യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 2025 ഈ വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണിന്ന്. നാളെ പുതിയൊരു വർഷം 2026 ജനുവരി 1 തീയതിയിലേക്ക് പ്രവേശിക്കുവാണ്. ദൈവത്തിന് നമുക്കൊരുപാട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കാരണം ദൈവവചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന വലിയൊരു സമൂഹം ദൈവാനുഗ്രഹത്തിൽ രൂപപ്പെടാൻ ഇടയായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ ഈ ദേശത്ത് ഉയർന്നു വരുന്നുണ്ട്. ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ ഒരു വർഷം ഒരുമിച്ച് വചനം കേട്ടതിന്, കൂടെ നിന്നതിന്, പരസ്പരം പ്രാർത്ഥിച്ചതിന്, സപ്പോർട്ട് ചെയ്തതിന്, സഹായിച്ചതിന് എല്ലാവരോടും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കാൻ തുടങ്ങിയ നാൾ തൊട്ട് വീണ്ടും വീണ്ടും തകർച്ചയിലേക്ക് പോകുന്നതല്ല കണ്ടത്, വീണ്ടും വീണ്ടും നാശത്തിലേക്ക് പോകുന്നതല്ല കണ്ടത്. ഉയർന്നുയർന്നു വരുന്ന, അനുഗ്രഹത്തോടെ കയറി വരുന്നതാണ് കാണാനും അറിയാനും അനുഭവിക്കാനും ഇടയായത്. നമുക്കൊരു നിമിഷം നന്ദി പറയാം. ദൈവമേ, ഞങ്ങളെ സഹായിച്ചതിന്, ഞങ്ങളെ അനുഗ്രഹിച്ചതിന്, ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിന്, വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമ്മളെ ദൈവം കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന് പോലും നമ്മളെ സൂക്ഷിച്ചിട്ടുണ്ട്. മനസ്സ് ഡിപ്രഷനിലേക്ക് പോകുന്ന, തകർന്നു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന, താളം തെറ്റിപ്പോകുന്ന, എല്ലാം കൈവിട്ടു പോകുന്ന, ജീവിക്കണമെന്നൊരു ശതമാനം പോലും താല്പര്യമില്ലാതായി പോകുന്ന, ജീവിത പരാജയങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ സമയത്തും, സങ്കീർത്തകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടെയൊക്കെ പോയ സമയത്ത് ദൈവത്തിൻ്റെ കരം ദൈവവചനത്തിലൂടെ നമ്മളെ മുറുക്കെ പിടിച്ചതുകൊണ്ടാണ് നമ്മൾ തകരാതിരുന്നത്, പരാജയപ്പെട്ടു പോകാതിരുന്നത്, പൊട്ട തീരുമാനങ്ങൾ എടുക്കാതിരുന്നത്. എല്ലാം ഒരു അനുഗ്രഹമാണ്. ഞാനൊരു കാര്യം ഈ 2025 മനസ്സിലാക്കി. എനിക്ക് അത് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വലിയ കാര്യമായി പ്രസംഗിക്കാനൊന്നും അറിയില്ല. കാരണം ഞാനത് പ്രസംഗം പഠിക്കാൻ പോയിട്ടില്ല, പഠിച്ചിട്ടുമില്ല. പക്ഷേ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്താൽ, എന്ന് പറഞ്ഞാൽ മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ആ ശുശ്രൂഷയും വിജയിക്കും, ആ ശുശ്രൂഷകനും വിജയിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ വർഷം മുഴുവൻ ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞു. ഒരു തരത്തിലുള്ള ലാഭനഷ്ട കണക്കുകൾ മനസ്സിൽ സൂക്ഷിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മാത്രം കഴിവ് തെളിയിക്കാനോ, കുറേ കൂടി സ്ഥാനമാനങ്ങൾ ലഭിക്കാനോ, കുറേ കൂടി അംഗീകാരം ലഭിക്കാനോ, വലിയ പുള്ളിയാകാനോ ഒന്നും പോകാതെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ മാത്രം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ നിന്നാൽ ശുശ്രൂഷയും വിജയിക്കും, ആ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകനെയും ദൈവം വിജയിപ്പിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം ഒരു വചനം കേട്ട് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ സങ്കീർത്തനം 116 അധ്യായം 8 വാക്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതാനുഭവമാണ് സങ്കീർത്തകൻ എഴുതിയിട്ടുള്ളത്. സങ്കീർത്തനം 116 8 വാക്യം. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും, കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തകൻ അത് എഴുതിയത് പാസ്റ്റ് ടെൻസിലാണ്. മോചിപ്പിച്ചിരിക്കുന്നു. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും. ഒത്തിരി പേരുടെ പ്രാർത്ഥനയായത്, ജീവനെ മരണത്തിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാത്തുകൊള്ളണമേ. എത്ര പേർക്ക് ഈ വചനത്തെ ചുറ്റിപ്പറ്റി
എത്ര അനുഭവങ്ങൾ പറയാനുണ്ടെന്നറിയാമോ? എത്രയോ അപകടങ്ങളിൽ നിന്നും നമ്മളെ ദൈവം സൂക്ഷിച്ചു, ദൈവം സംരക്ഷിച്ചു, ദൈവം നമ്മളെ കരുതി. ഉറക്കമില്ലാത്ത നാളുകളും കണ്ണുനീരോടെ ഒറ്റയ്ക്കിരുന്ന സമയങ്ങളൊക്കെ ഉണ്ടായി, ഒക്കെ ജീവിതത്തിൽ കടന്നുപോയി. വെട്ടിയിട്ട ചേമ്പന്താള് വെയിലത്ത് കിടന്ന് വാടുന്ന പോലെ വാടിപ്പോയ സമയമുണ്ട്. ചേമ്പന്താള് അതാ ചേമ്പേന്ന് വെട്ടി ആ വെയിലത്തോട്ടിട്ട് 10 മിനിറ്റ് കഴിയുമ്പം അത് ആടിത്തൂങ്ങും, അത് വാടിപ്പോവും. ഇതുപോലെ ജീവിതത്തിലും വാടിപ്പോയ സമയങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കരം എന്നെ നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വർഷം നടന്ന എല്ലാ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയാം. ഒരു കാര്യം ഓർത്ത് നോക്കിക്കേ, ദൈവത്തിൻ്റെ വചനം എത്രയോ പേർക്ക് കൊടുക്കാൻ ദൈവം നമ്മളെ ഉപയോഗിച്ചു, പ്രയോജനപ്പെടുത്തി. ദൈവത്തിൻ്റെ ആ വചനത്തെ കാര്യം വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ ഒക്കെ ആയിരിക്കാം, നമ്മുടെ കയ്യിലുള്ള ഒരു ഫോണിലൂടെ എത്രയോ പേരുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന, പ്രത്യാശ നൽകുന്ന വചനത്തെ കൊടുക്കാൻ, അവരുടെ ജീവിതത്തിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ? അതൊരു അത്ഭുതമാണ്. ഒരാൾക്കൊരാശ്വാസവും സമാധാനവും കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. എത്രയോ പേരുടെ ജീവിതങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു. നമ്മൾ തകർന്നുകൊണ്ടിരിക്കുകയല്ല കേട്ടോ, ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ താഴോട്ട് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയല്ല, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെതറിപ്പോയിക്കൊണ്ടിരിക്കുകയല്ല, നാം ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനസ്സോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വിലയുള്ളതാണ്. ഞങ്ങളെപ്പോലുള്ളവരെ പിടിച്ചു നിർത്തുന്നത് നിങ്ങളെപ്പോലെയുള്ള നല്ല മനുഷ്യരുടെ നല്ല പ്രാർത്ഥന കൂടിയാണ്. ഒറ്റയ്ക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒറ്റയ്ക്കൊന്നും എല്ലാ സമയത്തും ധൈര്യത്തോടെ ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. ചില സമയത്ത് വല്ലാതെ വാടിപ്പോകും, ഒറ്റപ്പെട്ടു പോകും, മനസ്സ് തകർന്നു പോകും, ഇഷ്ടമില്ലാതാകും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ ഒക്കെ പല സാഹചര്യങ്ങളും മനസ്സിലൂടെ കടന്നുപോകും, വിഷമങ്ങൾ കടന്നുപോകും. ആ സമയങ്ങളിലൊക്കെ പിടിച്ചു നിർത്തിയത് പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ടാണ്. ഈ വർഷം നമുക്ക് എല്ലാവർക്കും നന്ദി പറയാം. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് വചനം കേട്ടത്. അവരെ നന്ദിയോടെ ഓർക്കുന്നു. ഒരുപാട് മനുഷ്യരെ ദൈവമക്കളാക്കിയ സ്ഥലമാണിത്. ദൈവത്തിൻ്റെ സ്വന്തമാക്കിയ സ്ഥലമാണ്. നല്ല തീരുമാനമെടുത്ത സ്ഥലമാണ്. ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുത്തൊരു സ്ഥലം കൂടിയാണിത്. ദൈവത്തിൻ്റെ സ്ഥലമാണിത്. കാരണം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പലരുടെയും അനുഭവങ്ങൾ അതാണ്. കൽക്കുരിശിലെ എഴുതി എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതിനെ ഓർത്ത് നന്ദി, നിയോഗ ജപമാലയെ ഓർത്ത് നന്ദി, നിയോഗ തിരിയെ ഓർത്ത് നന്ദി, മുട്ടിലെഴഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ഓർത്ത് നന്ദി, വചന ശുശ്രൂഷയ്ക്ക് നന്ദി, ഈ സ്ഥലത്തെ ദൈവം തിരഞ്ഞെടുത്തതിന് നന്ദി, ഒരന്തരീക്ഷം ഒരുക്കിയതിന് നന്ദി. എല്ലായിടത്തും എല്ലാം വളരില്ല, എല്ലായിടത്തും എല്ലാം വളരില്ല. ഇത് വയനാടാണ്. ഇവിടെയുള്ള സാഹചര്യത്തിൽ വളരുന്നത് കാപ്പിയും മുളകും തേയിലയും ഏലമൊക്കെയാണ് കൂടുതൽ വളരുന്നത് എന്ന് വിചാരിച്ച് താഴ്നാട്ടിലേക്ക് ചെന്നാൽ, മറ്റൊരു രാജ്യത്ത് ചെന്നാൽ അവിടെ വളരുന്നത് വേറെയാണ്. അവിടെ വളരുന്നത് ഇവിടെ വളരാൻ പറ്റിയ സാഹചര്യമായിരിക്കണമെന്നില്ല. ഓരോന്നിനും വളരാനൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ പ്രാർത്ഥന കേൾക്കാൻ, ആരാധിക്കാൻ ദൈവം തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകതയോടെ ഉണ്ട്. ആരും വലിയ പുള്ളികളല്ല, ആരും വലിയ ആളുകളല്ല. എല്ലാവരും സാധാരണക്കാരാണ്, നിസ്സാരരായ മനുഷ്യരാണ്, വെറും പച്ചയായ മനുഷ്യരാ. നമ്മളെയൊക്കെ ദൈവം പ്രയോജനപ്പെടുത്തുന്നു എന്ന് മാത്രം. നമുക്ക് ഈ വചനം ഓർക്കാം. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും, കാലിനെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ സാക്ഷ്യമാണ്. എല്ലാവരും ഈ വചനം ഒന്ന് പറഞ്ഞ്, കർത്താവായ യേശുവേ, അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും, കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, 2025 ഒരു പ്രാവശ്യമെങ്കിലും ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ടവർ,
എല്ലാ ദിവസവും കേട്ടവർ, എഴുതി വച്ചവർ, ചേർന്ന് നിന്നവർ, പരസ്പരം പ്രാർത്ഥിച്ചവർ, അസൂയയില്ലാതെ സ്വാർത്ഥതയില്ലാതെ ഈ വചനത്തെ ഷെയർ ചെയ്ത് അനേകരിലേക്ക് എത്തിച്ചവരെ നന്ദിയോടെ ഓർക്കുന്നു. അവരെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ സാധിച്ചതിന് നന്ദി. 2026 എന്ന പുതിയ വർഷം അനുഗ്രഹത്തോടെ ആയിരിക്കാൻ, ഒരു നല്ല തുടക്കമായിരിക്കാൻ, ഒത്തിരി കാര്യങ്ങൾ എണ്ണി പറയുവാൻ, സാക്ഷ്യപ്പെടുത്താൻ പറയുവാൻ ഇടയാകത്തക്ക വിധം പുതിയ വർഷത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. പുതിയ വർഷത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് നൽകിയ എല്ലാ ചെറുതും വലുതുമായ സഹായങ്ങൾക്ക്, പ്രാർത്ഥനകൾക്ക് ഞങ്ങൾ നന്ദി പറയുക. നിങ്ങൾ ചിലർ ഞങ്ങളെ പ്രാർത്ഥന കൊണ്ട് സഹായിച്ചു, സാമ്പത്തികം കൊണ്ട് സഹായിച്ചു, സ്നേഹം കൊണ്ട് സഹായിച്ചു, പ്രോത്സാഹനം കൊണ്ട് സഹായിച്ചു, നല്ല വാക്കുകൾ പറഞ്ഞ് സഹായിച്ചു. എല്ലാത്തിനും ഒത്തിരി നന്ദി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ശുശ്രൂഷയെ ദൈവം ഏറ്റെടുത്തിട്ടുണ്ട്. സ്വർഗം അംഗീകരിച്ചൊരു പ്രാർത്ഥനയാണിത്. സ്വർഗം ഏറ്റെടുത്ത പ്രാർത്ഥനയാണ്. സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയായിട്ടിത് മാറി. ഡെയിലി ബ്ലെസ്സിങ്ങും നിയോഗ പ്രാർത്ഥനയൊക്കെ എവിടെയെല്ലാം മനുഷ്യൻ ദൈവവചനം കേൾക്കുന്നോ ദൈവത്തിന് ഏറ്റവും സന്തോഷമാണ്. ദൈവത്തെ അത് ഒത്തിരി സന്തോഷിപ്പിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളെ ഓർത്ത് സന്തോഷിക്കുന്നുണ്ട്. സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. കർത്താവേ, ഈ വചനത്തിലൂടെ നന്ദി. കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാത്തതിന് നന്ദി. ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. വഴി നടത്തിയതിന് നന്ദി. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നല്ലൊരു പുതിയ വർഷത്തിനായി ഒരുങ്ങുന്നു. നാളെ 1-ാം തീയതിയാണ്. മറക്കാതെ എല്ലാവരും ഡെയിലി ബ്ലെസ്സിങ് കാണണം. മറക്കാതെ എല്ലാവരോടും പറയണം. നാളെ 1-ാം തീയതിയിലെ വചനം കേൾക്കാതെ പോകല്. 1-ാം തീയതി ഏറ്റവും അനുഗ്രഹത്തോടെ ആ വചനം കേൾക്കും. ആ ഒരു വർഷം വേണ്ട സകല അനുഗ്രഹങ്ങളും ആ വചനത്തിലൂടെ നമുക്ക് നേടിയെടുക്കണം. പ്രാർത്ഥിക്കണം. എല്ലാവരെയും സാധിക്കുന്ന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും, കുടുംബക്കാരോട്, വീട്ടുകാരോട് എല്ലാവരോടും പറയണം ഈ ശുശ്രൂഷ കാണുവാൻ. ജനുവരി 1-ാം തീയതിയിലെ ശുശ്രൂഷ കാണുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ഈ ഒരു വർഷം പ്രാർത്ഥിച്ചതിന്, കൂടെ നിന്നതിന്, വചനം കേട്ടതിന്, പ്രോത്സാഹിപ്പിച്ചതിന്, സ്നേഹിച്ചതിന്, കരുതിയതിന് എല്ലാത്തിനും എല്ലാവരോടും നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും ബഹുമാനവും അറിയിക്കുന്നു. നാളത്തെ ശുശ്രൂഷ ഒത്തിരി അനുഗ്രഹമാണ്. പുതിയ വർഷത്തിൻ്റെ ആദ്യ ദിവസത്തെ ശുശ്രൂഷ മറക്കാതെ കാണണം, പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.